ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മണി പ്ലാന്റ് ആട്ടോ. മണി പ്ലാന്റ് വീടിൻ്റെ അകത്ത് വെച്ചാൽ നല്ല, അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ തന്നെ നമുക്ക് വീടിന് ഐശ്വര്യം ലഭിക്കും, അതുപോലെ തന്നെ ധനം വർദ്ധിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പ്ലാന്റ്സ് ഒന്നും പറയുന്നില്ല, ഞാനും പറയുന്നില്ല, കാരണം എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല. നമുക്ക് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മുടെ ഒരു വീടിൻ്റെ അകവും പുറവും നല്ല ഭംഗി കൂട്ടുന്ന നല്ലൊരു അലങ്കാര ചെടിയാണ് കേട്ടോ ഈ മണി പ്ലാന്റ്. നമുക്ക് 4 രീതിയിൽ നമുക്ക് മണി പ്ലാന്റ് നട്ട് വെക്കാൻ പറ്റും. ഒന്ന് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വെക്കാൻ പറ്റും, ഹാങ്ങിങ് ആയിട്ട് വരുന്ന ചെടിയാണ്. ക്രീപ്പിംഗ് ആയിട്ട്, അതായത് പടർന്ന് കയറുന്ന ചെടിയാണ്. മൂന്നാമത്തത് നമുക്ക് വെള്ളത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും, നമുക്ക് ചട്ടിയിൽ നട്ടു കൊടുക്കട്ടോ. ഇന്ന് ഇലക്ഷൻ ആയിരുന്നു, ബോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 4 രീതിയിൽ നമുക്ക് നട്ടു വെക്കാൻ പറ്റുന്ന ചെടിയാണ്. അപ്പോൾ അകത്ത് വെക്കുന്ന, വെള്ളത്തിൽ വെക്കുന്ന ചെടി നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം നമ്മൾ വെള്ളം മാറ്റി കൊടുക്കണം. പിന്നെ വെള്ളത്തിൻ്റെ ബോട്ട് ഏതാണെന്നുള്ള, കുപ്പിയാണെങ്കിൽ അല്ലെങ്കിൽ ഏത് പോട്ടാണെങ്കിലും അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം വെള്ളം മാറ്റുന്ന സമയത്ത്, അല്ലെങ്കിൽ കൊതുക് മുട്ടയിടും. പിന്നെ ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങൾ നമ്മൾ എന്തായാലും കൊടുക്കണം കേട്ടോ, മാസത്തിൽ 2 പ്രാവശ്യം. പിന്നെ പുറത്ത് വെക്കുന്ന ചെടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ല പോട്ടി മിക്സിലാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത്. നല്ല പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ചാണകപ്പൊടി, മണ്ണ്, മണലൊക്കെ ആഡ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ നമ്മൾ മാസത്തിൽ 2 പ്രാവശ്യം വളം കൊടുക്കണം. നമുക്ക് ചാണകപ്പൊടി, പിന്നെ എന്താ പറയുക, പച്ച ചാണകപ്പൊടി കലക്കിയിട്ട് നമുക്ക് ഡൈലൂട്ട് ഒഴിച്ച് കൊടുക്കാം. അതിന് കൂടുതൽ വളം നല്ല കൊടുക്കാൻ നമ്മുടെ കോഴിമുട്ട, അതായത് പുഴുങ്ങാത്ത കോഴിമുട്ട ഒടിച്ചിട്ട് നമ്മൾ ഒരു 5 ലിറ്റർ വെള്ളത്തിൽ 1 കോഴിമുട്ട ഒടിച്ചിട്ട് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ഒഴിച്ച് കൊടുത്താൽ മണി പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വളരും കേട്ടോ. അങ്ങനെ വളരും. പിന്നെ മണി പ്ലാന്റ് നമ്മുടെ ചട്ടിയിൽ എങ്ങനെ ബുഷിയാക്കുക എന്നുള്ള ഒരു ഫുൾ വീഡിയോ ഞാൻ ചാനലിട്ടിട്ടുണ്ട്. കാണാത്തവരെന്തായാലും ആ വീഡിയോ കാണും കേട്ടോ. അതിലെങ്ങനെയാണ് ഞാൻ ഇതുപോലെ പടർന്നു പോകാതെ, അതായത് ക്രീപ്പിംഗ് ആകാതെ, ഹാങ്ങിങ് ആവാതെയും എങ്ങനെയാണ് ഞാൻ ഈ ചെടി ഇതുപോലെ സെറ്റ് ചെയ്യുന്നത് ആ വീഡിയോയിൽ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ മിസ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വളർത്താം. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എൻജോയ് പോത്തോസിൻ്റെ കുറച്ച് ഹാങ്ങിങ് ആയിട്ട് വരുന്നത്, അതിൽ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ്. വായ്വട്ടം കുറച്ചുള്ള ചട്ടിയായിരിക്കും നമ്മുടെ മണി പ്ലാന്റിന് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ നല്ല നിയോൺ പോത്തോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലെമൺ കളറായിട്ടാണ്, എൻജോയ് പോത്തോസിന് വൈറ്റും ഗ്രീനും ആണ് വരുന്നത്. പിന്നെ മാർബിൾ പോത്തോസ് ഒരു മാർബിളിൻ്റെ പോലെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു.